പ്രതിരോധ രംഗത്ത് തന്നെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു വലിയ വാർത്തയാണ് കഴിഞ്ഞ ദിവസം അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്നുള്ളതാണ്. അതായത് പാകിസ്ഥാനും സൗദി അറേബ്യയും നമുക്കറിയാം കഴിഞ്ഞ സെപ്റ്റംബറിൽ റിയാദിൽ വെച്ച് ഒരു വലിയ കരാറിൽ ഒപ്പുവെക്കുകയുണ്ടായി. പാകിസ്ഥാനെ ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ അത് സൗദി അറേബ്യയെ ആക്രമിച്ചതുപോലെ കണക്കാക്കി ഇരു രാജ്യങ്ങളും ഒന്നായി അതിനെ ചെറുക്കും എന്നുള്ളതായിരുന്നു അതിലെ കരാറിലെ ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത്. അതുപോലെ സൗദി അറേബ്യയെ ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ രണ്ട് രാജ്യങ്ങളും ഒന്നായി നിന്ന് അതിനെ നേരിടും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കരാറിലായിരുന്നു ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിരുന്നത്. എന്നാൽ ഈ ഒരു സഖ്യ കരാറിലേക്ക്, സൗദിയും പാകിസ്ഥാനും ഒപ്പിട്ട കരാറിലേക്ക് തുർക്കിയും കൂടി ചേരാൻ പോകുന്നു എന്നുള്ളതാണ്. അങ്കാര കൂടി ഈ സഖ്യത്തിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചു എന്ന വാർത്തയാണ് അന്തർദേശീയ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം വന്നത് എന്നുള്ളതാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് സൗദി അറേബ്യയും തുർക്കിയൊന്നും ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നും മാധ്യമങ്ങൾ പറയുന്നുണ്ട്. നമുക്കറിയാം, തുർക്കി എന്ന് പറയുന്നത് നാറ്റോ സഖ്യത്തിലെ അമേരിക്കയ്ക്ക് ശേഷം തന്നെ ഏറ്റവും വലിയ ഒരു രാജ്യമാണ്, ഏറ്റവും ശക്തിയുള്ള ഒരു രാജ്യമായി തുടരുന്ന ഒരു രാജ്യവും കൂടിയാണ് തുർക്കി എന്ന് പറയുന്നത്. തുർക്കിയും സൗദി അറേബ്യയും പാകിസ്ഥാനും കൂടി ഒന്നിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മിഡിൽ ഈസ്റ്റ് മേഖലയിൽ, അതുപോലെ ഏഷ്യയുടെ ഒരു ഭാഗവും, അങ്ങനെ മൊത്തത്തിൽ യൂറോപ്പിലെ ഒരു കണ്ണിയും കൂടിയായ തുർക്കിയും മിഡിൽ ഈസ്റ്റിലെ സൗദി അറേബ്യയും അതുപോലെ പാകിസ്ഥാനും ഒക്കെ ഒരുമിച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാന് ആണവ ശക്തിയാണ് പാകിസ്ഥാൻ എന്ന് നമുക്കറിയാം. അതുപോലെ മേഖലയിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് സൗദി അറേബ്യ എന്ന് നമുക്കറിയാം. അതുപോലെ തുർക്കി ഈ ഒരു പ്രതിരോധ മേഖലയിൽ വളരെ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് നൂതന പ്രതിരോധ വ്യവസായം നടത്തുന്ന വിപുലമായ സൈനിക സാങ്കേതിക വിദ്യയുള്ള ഒരു രാജ്യമാണ് തുർക്കി. ഈ മൂന്ന് രാജ്യങ്ങളും കൂടി ഒരുമിക്കുകയാണെങ്കിൽ ഈ സാമ്പത്തികവും അതുപോലെ ആണവായുധവും മറ്റ് സൈനിക സാങ്കേതിക വിദ്യ കൂടി ഒരുമിക്കുമ്പോൾ ഈ മൂന്ന് രാജ്യങ്ങളുടെ സഖ്യം എന്ന് പറയുന്നത് അത് ലോകരാജ്യങ്ങളെ തന്നെ ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. നമുക്കറിയാം, കഴിഞ്ഞ ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷമായിരുന്നു ഇത്തരത്തിൽ സെപ്റ്റംബറിൽ റിയാദിൽ ഈ സൗദി അറേബ്യയും പാകിസ്ഥാനും ഇത്തരത്തിൽ ഒരു ഒപ്പ് വെക്കുന്നത്. ആ ഒപ്പിൽ അവർ പറഞ്ഞിട്ടുള്ള കൃത്യമായ ഒരു നയമെന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിക്കുകയാണെങ്കിൽ തങ്ങളുടെ രാജ്യത്തെ ആക്രമിച്ചതായി കണക്കാക്കി തിരിച്ചടി ഇരു വിഭാഗവും ഇരു രാജ്യങ്ങളും ചേർന്ന് തിരിച്ചടിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ ഇത് നാറ്റോ ചാർട്ടറിന്റെ ആർട്ടിക്കിൾ 5 സമാനമാണ് ഈ ഒരു കരാറ് എന്നുള്ളതാണ്. നമുക്കറിയാം, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പല പുതിയ നയങ്ങളും കാരണം നാറ്റോ സഖ്യത്തിൽ തന്നെ വിള്ളൽ വരാൻ പോകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പുതിയ സഖ്യം രൂപം കൊള്ളാൻ പോകുന്നത് എന്നുള്ളതാണ്. ഈ ഗ്രീൻലാൻഡ് തങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടത് കൊണ്ട് തന്നെ ഡെൻമാർക്കിന്റെ ഭാഗമായ ഗ്രീൻലാൻഡ് തൊട്ട് കഴിഞ്ഞാൽ മുഖം നോക്കാതെയുള്ള നടപടി വെടിയുതിർക്കുമെന്ന് ഡെൻമാർക്ക് പറയുകയും ഇത് നാറ്റോ സഖ്യത്തിലുള്ള തകർച്ചയുടെ തുടക്കമായിരിക്കുമെന്ന മുന്നറിയിപ്പും ഡെൻമാർക്ക് നൽകിക്കഴിഞ്ഞു. യൂറോപ്പ് കൃത്യമായി ഒരു ഭാഗത്തേക്ക് അണിനിരന്ന് ട്രംപിനെതിരെ അമ്പയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കഴിഞ്ഞ ദിവസം E3 രാജ്യങ്ങൾ, അതുപോലെ ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ 7ഓളം യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നായി ട്രംപിനെതിരെ പ്രസ്താവന ഇറക്കിയ സാഹചര്യവും നമുക്കറിയാം. അപ്പൊ നാറ്റോ ഒരു ചോദ്യചിഹ്നമായി മാറുന്ന സാഹചര്യത്തിൽ തുർക്കി സൗദി അറേബ്യയും പാകിസ്ഥാനുമായി ഇത്തരത്തിലൊരു പുതിയ സഖ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് മാത്രമല്ല മേഖലയിലെ പല രാജ്യങ്ങൾക്കും വെല്ലുവിളിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ സെപ്റ്റംബറിൽ സൗദിയും പാകിസ്ഥാനും തന്നെ ഇത്തരത്തിലൊരു കരാറിലെത്തിയപ്പോൾ ഇന്ത്യ ഈ ഒരു കരാറിനെ കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നുള്ളതാണ്. കാരണം സൗദി അറേബ്യയുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അതുപോലെ തുർക്കിയുടെ ഡ്രോണുകൾ വിപുലമായി പാകിസ്ഥാൻ അന്ന് ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചിരുന്നു. അത്തരത്തിൽ തുർക്കിയുമായി കുറഞ്ഞ കാലങ്ങളായി ഇന്ത്യ അകന്നു വരുന്ന ഒരു സാഹചര്യവും കൂടി നിലനിൽക്കുന്നുണ്ട്. വർഷങ്ങളായി പാകിസ്ഥാന് വേണ്ടി തുർക്കി യുദ്ധക്കപ്പലുകളും അതുപോലെ തന്നെ F-16 യുദ്ധവിമാനങ്ങളുടെ പുനർനവീകരണവും അതുപോലെ വിവിധ ഡ്രോണുകളുടെ സഹകരണവും ഒക്കെ വർഷങ്ങളായി പാകിസ്ഥാന് തുർക്കി നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതും ഇതിൽ നമ്മൾ നോക്കിക്കാണേണ്ട കാര്യം തന്നെയാണ്. എന്നാൽ തുർക്കിയിലെ ഡ്രോണുകൾ ഇന്ത്യ വാങ്ങാൻ
ശ്രമിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് ഡ്രോണുകൾ കൊടുക്കുകയില്ല എന്ന മറുപടിയായിരുന്നു തുർക്കിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതും ഇന്ത്യയെ ഏറെ ചൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സൗദി അറേബ്യയുമായി തന്നെ വർഷങ്ങളായി സംഘട്ടനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള പല വിഷയങ്ങളിലും അഭിപ്രായ ഭിന്നതകളിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു രാജ്യമാണ് തുർക്കി. എന്നാൽ ഈ അടുത്ത കാലത്താണ് സൗദിയും തുർക്കിയും നല്ല ബന്ധത്തിലേക്ക് പോകുകയും മറ്റുമൊക്കെ ചെയ്തത്. ഇത്തരത്തിൽ വളരെ വിപുലമായ ഒരു സാഹചര്യം, വളരെ വൈവിധ്യമേറിയ ഒരു സാഹചര്യത്തിൽ 3 ശക്തികൾ ഒന്നിക്കുന്നു എന്നുള്ള വാർത്ത ലോകത്തെ ഈ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ, നാറ്റോ സഖ്യം ഒരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ, ഈ ഒരു സഖ്യം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിരോധ മേഖലയായി ഏഷ്യയിൽ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ നമ്മുടെ ഇന്ത്യക്ക് ഇതൊരു വെല്ലുവിളി തന്നെയായിരിക്കുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. സമയവും യുദ്ധത്തിൽ ഏർപ്പെടുവാൻ സാധ്യതയുള്ള ഒരു രാജ്യമെന്ന നിലക്ക് ഇത്തരത്തിലുള്ള തുർക്കിയെ പോലെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ശക്തി രാജ്യങ്ങളിലൊന്നായ തുർക്കി ഇത്തരത്തിൽ പാകിസ്ഥാനുമായ ഒരു സഖ്യമുണ്ടാക്കുന്നത് നമ്മുടെ രാജ്യത്തിന് ഒരു ഭീഷണി തന്നെയായിരിക്കും എന്ന് തന്നെ വേണം പറയാൻ. ഏതായാലും ഈ 3 രാജ്യങ്ങളും അമേരിക്കയുമായി ട്രംപുമായി അടുത്ത ബന്ധമുള്ള പാകിസ്ഥാനായാലും സൗദി അറേബ്യ ആയാലും തുർക്കി ആയാലും ട്രംപിൻ്റെ ഈ അടുത്ത കാലത്തെ സംസാരങ്ങളിലും പ്രസ്താവനകളിലും ഒക്കെ നമുക്കറിയാം 3 രാജ്യങ്ങളെയും വളരെ ഉയർത്തി പൊക്കിക്കാണിച്ചുകൊണ്ടാണ് ട്രംപ് സംസാരിക്കാറുള്ളത്. അതുകൊണ്ട് ട്രംപുമായി അമേരിക്കയുമായും വളരെ നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന 3 രാജ്യങ്ങളായതുകൊണ്ട് തന്നെ ഈ ഒരു സഖ്യത്തിന് പ്രത്യേകിച്ച് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഒരു വെല്ലുവിളിയോ ഒരു എതിർപ്പോ ഉണ്ടാകാൻ സാധ്യത കാണുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ സൗദി അറേബ്യയും തുർക്കിയും പാകിസ്ഥാനും കൂടി ഒന്നിക്കുന്നത് തീർച്ചയായും ഇസ്രയേലിനൊരു വെല്ലുവിളിയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഗസയിൽ ഒരു അന്തർദേശീയ ഫോഴ്സ് നിലവിൽ വരുന്നു, അതിൽ തന്നെ തുർക്കിയുടെ ആളുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ കൃത്യമായി ഇസ്രയേൽ അന്ന് എതിർത്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ അങ്കാരയും ഇസ്രയേലും തമ്മിൽ തികഞ്ഞ വൈരാഗ്യമാണ് കാലങ്ങളായി തുടർന്നു വരുന്നത് എന്നും നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഹമാസിന് ഓഫീസുള്ള ഒരു രാജ്യവും കൂടിയാണ് തുർക്കി എന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്രയേൽ തുർക്കിക്ക് എതിരെ പ്രവർത്തിക്കുന്നതായി കുറച്ച് കാലങ്ങളായി നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഏതായാലും പുതിയ സാഹചര്യത്തിൽ ഈ ഒരു സഖ്യം എത്തരത്തിൽ നിലവിൽ വരുമോ എന്നുള്ളത് നോക്കി തന്നെ കാണേണ്ടി വരും. കഴിഞ്ഞ 2025 ഇസ്രയേൽ ഖത്തറിലേക്ക് ഒരു ആക്രമണം നടത്തുകയും അതോടനുബന്ധിച്ച് അറബ് രാജ്യങ്ങൾ എമർജൻസിയായി ഖത്തറിൽ ഒരുമിക്കുകയും ചെയ്ത സമയത്ത് പല രാജ്യങ്ങളും ഉയർത്തിയ ഒരു ആവശ്യമായിരുന്നു നാറ്റോ സഖ്യം മോഡലിൽ അറബ് രാജ്യങ്ങൾക്ക് ഒരു സഖ്യം നിലവിൽ വരേണ്ടതുണ്ട് എന്ന്. അന്നത് UAE പോലെയുള്ള ചില രാജ്യങ്ങൾ എതിർത്തുവെങ്കിലും ഇത്തരത്തിലൊരു സഖ്യം സൗദി അറേബ്യയും തുർക്കിയുമൊക്കെ ഒന്നിക്കുന്ന, പാകിസ്ഥാനുമൊക്കെ ഒന്നിക്കുന്ന, അറബ് ലീഗിലെ വിവിധ രാജ്യങ്ങൾ ഒന്നിക്കുന്ന ഒരു സഖ്യം നിലവിൽ വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ നാറ്റോയെ പോലെ ഈ സഖ്യം വളർന്നു വരാനുള്ള സാധ്യത തന്നെയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ സഖ്യം വളരുമോ ഇല്ലയോ എന്നൊക്കെ, നിലവിൽ വരുമോ ഇല്ലയോ എന്നൊക്കെ നോക്കി തന്നെ കാണാം. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.